നമ്മൾ ഇന്ന് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം. അതിന് മുട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് ക്യാപ്സിക്കം വേണം, ഉള്ളി വേണം, ഒണിയൻ, ഗാർലിക്, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം. പിന്നെ ഇതിന് വേറെ ഐറ്റംസും വേണം. അത് ഞാൻ വരുന്ന വഴിയേ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇത്രയൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് വളരെ തിന്നായിട്ടൊക്കെയാണ് അരിയേണ്ടത്. ഇത് സ്ക്വയറായിട്ട് അരിയണം. ഇത് പൊടിയായിട്ടാണ് വെളുത്തുള്ളി അരിയേണ്ടത്. ഇതും ചെറുതായിട്ട് അരിയണം. അപ്പോൾ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പം അതിനു വേണ്ടി അതിന് മുന്നേ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഉള്ളി അരിയാൻ പോവുകയാണല്ലോ. അപ്പം നമുക്ക് ഉള്ളി അരിയുമ്പം എന്തായാലും കണ്ണ് നീറും. എനിക്ക് നീറും, നിങ്ങൾക്ക് നീറുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നീറും. അതിന് ഞാൻ എന്താ വെച്ചാൽ ഒരു ലെമൺ എടുക്കുക, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ലെമണെ ഈ പിച്ചാത്തയുടെ ഇതിലൊന്ന് തേക്കുക. അപ്പം കണ്ണ് നീറത്തില്ല എന്നാണ് ഒരു ടിപ്പ്. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഉള്ളി അരിയാം. ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് അരിയണേ. അപ്പം ചെറിയ തിന്നായിട്ടുള്ള സ്ലൈസ് കിട്ടും നമുക്ക്. എന്നിട്ട് ചെറുതായിട്ട്, എനിക്ക് ചോപ്പറുണ്ട് ഇവിടെ, പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ചോപ്പർ എടുക്കാൻ തോന്നുന്നില്ല. അപ്പം നമുക്കിങ്ങനെ കണ്ണ് നീട്ടുന്നുണ്ടോയെന്ന് അറിയണമല്ലോ. ഈ ടിപ്പിനകത്ത് വല്ല കാര്യമുണ്ടോയെന്ന് അറിയണമല്ലോ. ടിപ്സൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് ഇതുവരെ എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നും ഇല്ല. നോക്കാം. അതിന് തുടങ്ങിയതേ ഉള്ളൂ. ഞാനിതെല്ലാം അരിഞ്ഞ് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കത്തില്ലേ? അപ്പം അത് അരിഞ്ഞ് കഴിഞ്ഞ് കാണാം നമുക്ക്. ഓക്കെ, നമ്മുടെ സാധനമെല്ലാം റെഡി. ക്യാപ്സിക്കം, സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് എല്ലാം റെഡി. അപ്പം നമുക്കിനി എങ്ങനെ ഇതോ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിപ്പോയേ. 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമ്മൾ പാത്രം വെച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുട്ടയൊന്ന് സ്ക്രാമ്പിൾഡ് എഗ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. ഈ മുട്ടയ്ക്കകത്തോട്ട് ഞാനൊരു ശകല ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് ചെറുതാക്കല്ലേ, കുറച്ച് വലുതായിട്ടാണ് സ്ക്രാമ്പിൾഡ് എഗ്ഗ് വേണ്ടത്. വലിയ പീസസ് ആയിട്ട് നമുക്കിടാം. കണ്ടോ, ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിലൊക്കെ ഇടണം.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനിയും ഉള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ച ഗാർലിക്കും പച്ചമുളകും ക്യാപ്സിക്കും എല്ലാം വഴറ്റണം. ഇതിനകത്ത് വഴറ്റണം. നമുക്ക് വേറൊരു പാത്രം വെച്ച് അതൊന്ന് വഴറ്റാം. ഞാൻ പാത്രം മാറ്റിയിട്ട് ഗാർലിക്കും ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തൊന്ന് വാഴണം. ഞാൻ ഇതിൻ്റെ എടുക്കാൻ പാത്രം വെക്കുന്ന എന്തോ എടുക്കാനാണെന്ന് വിചാരിച്ചത് എടുക്കാതിരുന്നത് കേട്ടോ. ആക്ച്വലി നമ്മളിതിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി കേട്ടോ. അങ്ങ് മൂത്ത് കഴിഞ്ഞൊന്നും പോകണ്ട. ആക്ച്വലി ഞാൻ ഇത് ഓയിലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ, ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് വാടണം. പെട്ടെന്ന് ഇതൊന്ന് ജസ്റ്റ് ഇത് മതി. നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി കിടന്നൊന്ന് വാടട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചേ. അപ്പം സവാള നമ്മൾ വഴറ്റി, സവാള അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആകണ്ട. അതിൻ്റെ ക്രിസ്പിനെസ് പോകാതെ ക്രിസ്പി ആയിട്ട് തന്നെ അതിരിക്കണം. നമ്മളൊരു ചൈനീസ് സാധനമല്ലേ ഉണ്ടാക്കുന്നതേ. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ നമ്മളത് ചെയ്യണം. തീ കൂട്ടിയിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ക്യാപ്സിക്കം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്നുകൂടെ വഴലട്ടെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഡാർക്ക് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. അതല്ല അത്ര ഡാർക്ക് അല്ലെങ്കിൽ 1 സ്പൂണും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്കൊരു 1 സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിക്കാം. അതുകൂടെ ഇട്ടൊന്ന് ഇളക്കുക. ആക്ച്വലി ഇതിനകത്ത് കെച്ചപ്പ് കൂടെ ഒഴിക്കണമായിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ ഈ കെച്ചപ്പ് ഇല്ലാതെ പോയി. ടൊമാറ്റോ കെച്ചപ്പ് വേണമായിരുന്നു. എൻ്റെ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഞാൻ അത് ഒഴിക്കാത്തത്. ടൊമാറ്റോ സോസ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിക്കണേ. എൻ്റെ ഇല്ലായിരുന്നേ. അതുകൊണ്ട് ഒന്നുകൂടെ ടേസ്റ്റായിരുന്നു. ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ സംഭവം അതല്ലായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മതി. എന്നിട്ട് നമുക്കിനി നമ്മുടെ മുട്ട റെഡിയാക്കി വെച്ചതും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാവേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. നമുക്ക് ഉപ്പുണ്ടോ നോക്കാവേ. അടിപൊളി ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് മഞ്ചൂരിയൻ. ഓക്കെ, എൻ്റെ പേരെന്താ? എഗ് മഞ്ചൂരിയൻ. ഇതിൻ്റെ പുറത്തിന് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിടാവേ. ഇത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്യാം.
കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതിനകത്ത്. ഇതിപ്പം വലിയ എരിയൊന്നുമില്ല. മതി, ഒത്തിരി കുരുമുളക് പൊടി വേണ്ട, നമ്മൾ മുട്ടയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. കണ്ടോ, കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഉപ്പൊക്കെ നോക്കണം. ഇപ്പം കെച്ചപ്പ് വേണ്ടവർക്ക് കെച്ചപ്പ് ചേർക്കാം, അതല്ല കുറച്ചുകൂടെ സോസ് വേണ്ടവർക്ക് സോസ് ചേർക്കാം. ഞാനാണ് റെഡ് ചില്ലി സോസും പിന്നെ മയോണീസ് അല്ല, സോയാ സോസുമാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കച്ചപ്പോടെ ചേർത്താൽ ഒന്നുകൂടി രുചിയാണ്, കുറച്ചുകൂടെ മധുരത്തിൻ്റെ ഇതാവും. എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ ചേർത്തേനെ. ഞാൻ ഇവിടെ പിള്ളേർ സെറ്റൊന്നും ഇല്ലല്ലോ ഈ ടൊമാറ്റോ കച്ചപ്പൊക്കെ മേടിച്ച് വെക്കാം, അതുകൊണ്ട് ഞാൻ മേടിച്ച് വെക്കാറേ ഇല്ല. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മതിയല്ലോ അതൊക്കെ, അതുകൊണ്ട് ഞാൻ മേടിച്ച് വെക്കാതിരുന്നത്. ഓർത്തില്ല ഒരു ചുമന്ന ടൈപ്പ് ഒരു കുപ്പി അവിടെ ഇരിക്കുന്നുണ്ടോ, അപ്പം ഞാൻ വിചാരിച്ചു അത് ടൊമാറ്റോ കെച്ചപ്പാണ്, പക്ഷെ അത് കെച്ചപ്പല്ലായിരുന്നു. എനിവേ ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾക്കിതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ തീ ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഒരു ശകലം പഞ്ചസാര വേണമെങ്കിൽ മാത്രം കേട്ടോ, ഒന്ന് ബാലൻസ് ആകാനെല്ലാം. ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല, 2 നുള്ളേ ചേർത്തിട്ടുള്ളേ, 1/4 ടീസ്പൂണൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇത് എനിക്ക് അത്ര മധുരമൊന്നും താല്പര്യമില്ല, കറിയിലൊന്നും വലിയ മധുരമൊന്നും. ബാലൻസ് ചെയ്യാൻ മതിയല്ലോ, അതൊരു നുള്ളായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ എഗ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പർ ടേസ്റ്റ്. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനൂടെ എൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു, ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും, അതൊരു കഴിക്കാനും നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കേട്ടോ, ഒരു രക്ഷയില്ല, പെട്ടെന്ന്, ഒത്തിരി സമയമൊന്നും വേണ്ട. ഈ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്ക് ഒരുപാട് കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല, ഒറ്റ സാധനം മതി, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ നാരങ്ങ വെച്ച് നമ്മളൊരു പ്രയോഗം നടത്തിയല്ലോ, ഈ നാരങ്ങ വെച്ചൊരു പ്രയോഗം നടത്തിയില്ലേ, നമ്മുടെ കത്തിയെ നമ്മൾ തൂത്തിട്ട് ഉള്ളി അരിഞ്ഞ്. ഗൈസ്, ഇറ്റ്സ് വർക്കിംഗ്. അത് വർക്കൗട്ടായി. എനിക്ക് കണ്ണെരിഞ്ഞേയില്ല, ഉള്ളി അരിഞ്ഞ് തീരുന്നിടം വരെ എനിക്ക് കണ്ണെരിഞ്ഞില്ല. അത് നല്ലൊരു ടിപ്പാട്ടോ, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ, കണ്ണെരിയത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ എഗ് മഞ്ചൂരിയൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ബൈ. എഗ് മഞ്ചൂരിയൻ റെഡി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത ഒരു അടിപൊളി വ്ളോഗുമായി വരാം. ബൈ.